പ്രിയപ്പെട്ടവരെ, ആമുഖം ആവശ്യമില്ലാതെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവികളാണ് എനിക്ക് വലതും ഇടതും ഇരിക്കുന്നത്. നമുക്ക് പറഞ്ഞ സമയം 1:15, ഏകദേശം 40 മിനിറ്റ്. 1.5 മണിക്കൂറായിരുന്നു ആദ്യം അനുവദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കവികളോട് ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി വന്നതാണ്. അത് ചോദിക്കുന്നില്ല, അത് ഞാൻ നിങ്ങളെ മേശപ്പുറത്ത് വെക്കുന്നു. എല്ലാ ചോദ്യങ്ങളും ഒഴിവാക്കുന്നു. നമുക്ക് 25 വർഷമായി കവിത വായിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മലയാള കവിതയുടെ, പ്രത്യേകിച്ച് ഈ 25 കൊല്ലത്തിനിപ്പുറമുള്ള മലയാള കവിതയുടെ ജനാധിപത്യപരമായ സ്വഭാവങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്നും ഇവരുടെ പുതിയൊരു കവിതയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ കേൾക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കാം. 2 റൗണ്ട് കവിതകൾ ചൊല്ലാമെന്ന് തോന്നുന്നു. സമയപരിമിതിയാണ്, ക്ഷമിക്കണം. കവിത ചൊല്ലുന്നതിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും 1-2 വാക്കുകൾ ഇവർ പറയും, അത് നമുക്ക് കേൾക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് വിശാലമായൊരു ചർച്ചയിലേക്ക് പോകാനുള്ള സമയം എന്തായാലും നമുക്ക് ഇല്ല. കൽപ്പറ്റ മാഷ് അതിന് തുടക്കം കുറിക്കുമെന്ന് വിചാരിക്കുന്നു. മാഷ്ക്ക് മൈക്ക് കൈമാറുന്നു. വാസ്തവത്തിൽ 40 മിനിറ്റ് ഒരു ദീർഘസമയമാണ് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സമയക്കുറവൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. ആദ്യത്തെ കവിത കണ്ണാടി. നിഴൽ പിടിച്ചു നിർത്തുന്ന ഈ രാക്ഷസിയെ വീട്ടുചുമരിൽ തറച്ചതെന്തിന്? ഇപ്പോൾ എന്തിനും ഏതിനും ഈ മൂദേവിയെ മുഖം കാട്ടണം. പുറത്തിറങ്ങാൻ ആദ്യം അവളുടെ ദേഹപരിശോധന കഴിയണം. കാണുന്ന മുഖങ്ങളെല്ലാം അവൾ ചപ്പിയതിനാൽ ചോരവറ്റിയ മുഖങ്ങൾ. കണ്ണാടിയിൽ ആണിനും പെണ്ണിനും ഒരേ ഭ്രമം, കള്ളനും പോലീസിനും ഒരേ തഞ്ചം. പെൺകുട്ടികൾ വീട്ടിലാരുമില്ലാത്തപ്പോൾ ഓടി കണ്ണാടിയിലെത്തും. കാത്തിരുത്തിയതിന് ക്ഷമ ചോദിക്കും, കൊഞ്ഞനം കാട്ടും. പോടി പ്രാന്തത്തി എന്ന് തൊഴിക്കാനായും തന്നോടാരും കാട്ടാത്ത വാത്സല്യം തന്നോട് കാട്ടും. കണ്ണീര് പൊടിയും. ആൺകുട്ടികൾ കണ്ണാടി ഭൂതക്കണ്ണാടിയാക്കി മാറ്റി പെട്ടെന്ന് വലുതായ താടിമീശകൾ കണ്ട് അമ്മോ എന്ന് അത്ഭുത പരതന്ത്രരായി അടുക്കളയിൽ ചെന്ന് അമ്മയെ അധികാരസ്വരത്തിൽ ശകാരിക്കും. കാൽ നിലത്ത് കുത്താത്ത സുന്ദര യക്ഷിയാണ് അവൾ, താളം തെറ്റിക്കുന്ന കടാക്ഷം. കണ്ണാടി കാണും തോറും തന്നുടെ മുഖമേറ്റം നന്നേ നിരൂപിക്കൂ എത്രയും വിരൂപരും. സേവ പിടിക്കാത്ത കണ്ണാടിയില്ല, അഭിപ്രായ സ്ഥിരതയുള്ള കണ്ണാടിയില്ല. കണ്ണാടിയിൽ വയസ്സൻ മധ്യവയസ്കനും മധ്യവയസ്കൻ യുവാവും ആസന്ന യൗവനൻ നിറ യൗവനനും. കണ്ണാടിയിൽ ദുഃഖി കൂടുതൽ ദുഃഖിയും രോഗി കൂടുതൽ പരവശനും. ആത്മനിന്ദിതൻ കൂടുതൽ വിരൂപനും സന്തുഷ്ടൻ മഹാസുന്ദരനും. കണ്ണാടി നോക്കി വാങ്ങാനാവില്ല, കണ്ണാടിയിൽ നോക്കിപ്പോവും. ആത്മാരാധകർ മുങ്ങിത്താഴുന്ന തടാകമാണ് അവൾ. ഏകാന്തത പീലി വിരിച്ചാടുന്നത് കണ്ണാടിയിലെ വിജന വീഥിയിൽ. ആളുകൾ സ്വാർത്ഥത മുടങ്ങാതെ പരിശീലിക്കുന്നത് മറുപുറം കൊട്ടിയടച്ച ഈ സ്വകാര്യ മുറിയിൽ. കണ്ണാടിയിൽ ഇന്നോളവും എന്നെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ കണ്ടില്ല. ഒരുവളെ പിടിക്കാൻ അവളെ തന്നെ ഇരകോർക്കണമെന്ന് ഈ രാക്ഷസിക്കറിയാം. തന്നെ ശ്ലാഘിച്ചവന് തുണപോയി പലരുടെ ശ്ലാഘകൾ അനുഭവിച്ച് ഇരമ്പി വന്ന തീവണ്ടിയുടെ മുമ്പിൽ തൊഴുകയ്യുമായി നിന്ന പെൺകുട്ടി ദിവസവും രാവിലെ എത്ര നേരമാണ് അനുമതിക്കായി ഇവളുടെ മുമ്പിൽ കാത്തു നിന്നത്. ആപത്തിലേക്ക് തള്ളിവിടാൻ അവൾക്ക് പ്രത്യേക സിദ്ധിയുണ്ട്. തുണിക്കടയിൽ, ജ്വല്ലറിയിൽ, ഹോട്ടലിൽ, ഏത് സ്ഥാപനത്തിലാണ്
ജാതി മത വർണ്ണ വർഗ ഭേദങ്ങളില്ലാത്ത ഈ മൂർത്തിയില്ലാത്തത്. കണ്ണാടി ഏറ്റവും കൂടുതൽ പതിപ്പുകളിറങ്ങിയ ബെസ്റ്റ് സെല്ലർ, ഓരോ വീട്ടിലും ഒന്നിലധികം കോപ്പികളുള്ള നിത്യപാരായണ ഗ്രന്ഥം, ബൈബിളിനേക്കാൾ സ്തോത്രം ചെയ്യപ്പെട്ട ഉത്തമ ഗ്രന്ഥം, വായിച്ചവർ വ്യത്യസ്തമായി വികാരാധീനരായ ക്ലാസിക്. എത്ര വായിച്ചാലും മടുക്കില്ല, എത്ര പഠിച്ചാലും പഠിയില്ല, കണ്ണെടുക്കാൻ തോന്നില്ല, വഴിയിൽ കണ്ടാൽ അറിയില്ല. നന്ദി മാഷ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇടതും വലതും നിന്നുകൊണ്ട് കവിത കേൾക്കാമെന്ന്. അമ്മു ദീവ ഒരു കവിത ചൊല്ലും. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ചൊല്ലുന്നത് തീർത്തും ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. നമ്മൾ ഗദ്യ കവിത പദ്യ കവിത എന്ന് വേർതിരിക്കാറുണ്ടല്ലോ. പക്ഷേ ആ വേർതിരിവ് എല്ലാം ഒരു തരത്തിൽ നമ്മൾ പൊതുവേ ഗദ്യ കവിത എന്ന് പറയുന്നതും താളാത്മകമായിട്ടുള്ള കവിതയാണ്. പക്ഷേ ഞാൻ ഇവിടെ വായിക്കുന്നത് തീർത്തും പ്രോസ് മട്ടിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. കവിതയുടെ പേര് നഗരത്തിൽ. നഗരത്തിൽ നഗരസായന്തനം. തിരക്കിൽ ഒരുത്തനെ കണ്ടു. നഗരത്തിൻ്റെ മൂളക്കം ശ്രദ്ധിച്ച് കണ്ണുകളടച്ച് നിരത്തുവക്കിൽ അങ്ങനെ നിൽക്കുന്നു. അവൻ്റെ ഇളം നീല ഷർട്ടിനു കുറുകെ പറന്നു പോകുന്ന കിളികളുടെ ചിത്രം. ഏറ്റവും പിറകിൽ പോകുന്ന കിളിക്കുഞ്ഞ് ബട്ടൺസിൽ കാലുടക്കി പോക്കറ്റിൽ വീണു പോകുന്നു. അവനതറിയുന്നില്ലല്ലോ. അവൻ്റെ നിൽപ്പിനെ ധ്യാനിച്ച് ഇങ്ങേ തിരക്കിൽ നിൽക്കുന്ന ഞാനത് കാണുന്നുമുണ്ടല്ലോ. കിളി ചിറകട്ടടിക്കാനും മരണവെപ്രാളം കൂട്ടാനും തുടങ്ങി. അവനെ കുറച്ചു നേരം നോക്കി നിൽക്കാമെന്ന് മാത്രം വിചാരിച്ചിരുന്ന ഞാൻ വാഹനങ്ങളുടെ ഹോണുകളും വാണിഭക്കാരുടെ കൂക്കി വിളികളും പൊടികളും വകഞ്ഞുമാറ്റി അവൻ്റെ അരികിലെത്തി. ധ്യാനം മുറിയാതിരിക്കാൻ പൊത്തിൽ നിന്നെന്ന പോലെ പതുക്കെ പോക്കറ്റിൽ കൈയിട്ടു. കിളിക്കുഞ്ഞിനെ പുറത്തെടുത്തു. അയ്യേ പെണ്ണെ പറ്റിച്ചു എന്ന് പ്രേമത്തോടെ മിടിക്കുന്ന ഇളം ചൂടുള്ള ഒരാൺ ഹൃദയം എൻ്റെ തണുത്തുപോയ ഉള്ളം കയ്യിൽ. ജലഭൂപടം മുതൽ മാഷുടെ വീരാൻകുട്ടി മാഷുടെ കവിതകളുടെ ആരാധകനാണ്. ഒരുപക്ഷെ എന്നെയൊക്കെ കവിത വായിക്കാൻ പഠിപ്പിച്ചത് വീരാൻകുട്ടി മാഷാണ് എന്ന് പറയാം. വീരാൻകുട്ടി മാഷ്ക്ക് വായിക്കുന്ന കവിത ആപ്പിളും ന്യൂട്ടണും ഒരസംബന്ധ കവിത. ആപ്പിളും ന്യൂട്ടണും ഒരസംബന്ധ കവിത. ഈ കവിതയ്ക്ക് ഒരു ആമുഖമായിട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പീപ്പിൾ ഫാളിങ് ഇൻ ലവ്. ഗ്രാവിറ്റേഷൻ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പീപ്പിൾ ഫാളിങ് ഇൻ ലവ്. ആളുകൾ പ്രണയത്തിൽ വീഴുന്നതിൽ ഗുരുത്വാകർഷണ ബലത്തിനൊരു ഉത്തരവാദിത്വവും ഇല്ല. എങ്ങനെയാവും ഒരാപ്പിൾ കാരണം ന്യൂട്ടൺ ഇത്രയും വലിയ തത്വത്തിൽ വീണത്? അത്ഭുതം തോന്നുന്നു. എങ്ങനെയാവണം ഒരാപ്പിൾ കാരണം ന്യൂട്ടൺ ഇത്രയും വലിയ തത്വത്തിൽ വീണത്? അത്ഭുതം തോന്നുന്നു. അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. തലയിൽ വീണ ആപ്പിൾ എടുത്ത് മുകളിലേക്ക് നോക്കിയ ന്യൂട്ടൺ ആപ്പിൾ മരം കണ്ടില്ല. ആ പഴം പിന്നെ എവിടെ നിന്ന്? വിണ്ണിൽ നിന്ന് വീണതാവണം. ആപ്പിളിൽ പതിഞ്ഞ പല്ലടയാളമായിരുന്നു തെളിവ്. വിണ്ണിൽ നിന്ന് വീണതാവണം. ആപ്പിളിൽ പതിഞ്ഞ പല്ലടയാളമായിരുന്നു തെളിവ്. ഏദൻ തോട്ടം ഓർമ്മയിൽ വന്നു. സ്വർഗത്തിലെ ആദ്യ കമിതാക്കൾ കടിച്ച കനി. സ്വർഗത്തിലെ ആദ്യ കമിതാക്കൾ കടിച്ച കനി. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആകർഷണ ബലത്തെ അതിജീവിച്ച് അനേകം പ്രകാശവർഷങ്ങൾ താണ്ടി വന്ന ജ്ഞാനപ്പഴം. വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൺ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൺ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. ന്യൂട്ടനെ സാധൂകരിക്കാൻ
എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. ന്യൂട്ടനെ സാധൂകരിക്കാൻ എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ, നർത്തകിയുടെ പാദങ്ങൾ, ഗുരുത്വാകർഷണ തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ, നർത്തകിയുടെ പാദങ്ങൾ, ഗുരുത്വാകർഷണ തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൻ മുത്തശ്ശനെ കണ്ട കുട്ടിയുടെ സാക്ഷിവചനം വെച്ച് എനിക്ക് പറയാനാകും, ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരസംബന്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൻ മുത്തച്ഛനെ കണ്ട കുട്ടിയുടെ സാക്ഷിവചനം വെച്ച് എനിക്ക് പറയാനാകും, ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരസംബന്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. താജ്മഹൽ പോലുള്ള മനോഹരമായ കവിതകൾ മലയാളത്തിന് നൽകിയ കവിയാണ് OPS എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന OP സുരേഷ്. അദ്ദേഹം ഒരു കവിത ചൊല്ലും. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ കവിതയുടെ കൂടെ ഇത്തിരി വർത്തമാനമൊക്കെ ആവാമെന്ന് തോന്നുന്നു. ഛേ എന്നാണ് കവിതയുടെ പേര്. ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗമായി ജീവിതത്തെ മാറ്റിയെടുത്തതിൽ പിന്നെ സന്ദേഹം എന്തെന്നറിഞ്ഞിട്ടില്ല. സന്തോഷമോ സങ്കടമോ വികാരങ്ങൾ എന്തുമാകട്ടെ അനുവദിക്കപ്പെട്ട സമയത്തിനപ്പുറമില്ല. ഇടയുമ്പോൾ തൽക്കാലം തെറിച്ചു നിൽക്കാൻ പ്രക്ഷുബ്ധമായ ഇടങ്ങൾ പോലും ഒരുക്കിയ അന്തസ്സുറ്റ ചട്ടക്കൂടുകൾ. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതും അങ്ങനെ പോണു എന്ന് പറയുന്നതും ഔദ്യോഗിക അഭിവാദനങ്ങൾ. ചോദിക്കുന്നവരും പറയുന്നവരും പല ഷിഫ്റ്റുകളുള്ള ഒരൊറ്റ ഫാക്ടറിയിലെ പരസ്പര ബഹുമാനമുള്ള ശമ്പളക്കാർ. വീട്, ഓഫീസ്, വിനോദ കേന്ദ്രങ്ങൾ, പരിമിത മുദ്രയുള്ള ത്രികോണ പ്രയാണങ്ങൾ എവിടെയും മുദ്രിതമാകുകയുമില്ല. അരക്ഷിതമായ ഒരു ഉണ്മയെന്നോണം മറ്റെവിടെയോ ജീവിതം തിരയുന്നവർ കഥാപുസ്തകത്തിൽ പോലും ഇല്ലാതായി. തോന്നുംപടി അലയുന്നവരെ ചട്ടപ്പടി പണിക്കാരാക്കുന്ന ദുർഗുണ പരിഹാര പാഠശാലയാണ് ലോകം. കിട്ടുന്ന ശമ്പളത്തിനൊത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കണം. പണിമുടക്കമില്ല, രാജിയില്ല. മാസാമാസം ശമ്പളം കിട്ടും, മരിക്കും വരെ ജീവിക്കും. ഓക്കെ, അടുത്ത റൗണ്ടിൽ എനിക്ക് തോന്നുന്നു അടുത്തതായി ചൊല്ലുന്ന കവിതയ്ക്ക് ആധാരമായ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കവിത എഴുതാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മറ്റ് ചോദ്യങ്ങൾക്കൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഒരു വഴി സ്വീകരിക്കാമെന്ന് തോന്നുന്നു. കവിതയെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചാൽ മണിക്കൂറുകളോളം നമ്മളൊക്കെ സംസാരിക്കും. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മാക്സിമം ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് എടുക്കാവുന്നതാണ്. ഒരു കവിതയ്ക്ക് പിന്നിലെ കവിതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു. കൽപ്പറ്റ മാഷ്. ഇതുവരെ കണ്ടതല്ലാത്ത ഒരു ലോകത്തെ കാണണം ഒരു കവിത വായിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഒരു പെർസെപ്ഷൻ നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ രാമായണം വായിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിൽ വായിക്കുന്നത് കൊണ്ട് വളരെ ജനാധിപത്യമുള്ള ഒന്നാണ് കവിത. അതുകൊണ്ട് രാമായണം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ വ്യത്യസ്തതകളാണ് ശൂർപ്പണഖ എന്ന ഈ കവിതയിൽ ഉള്ളത്. കൂടുതൽ പറയണമെന്നില്ല, കവിത പറയും.
ശൂർപ്പണഖ. ഞാൻ ശൂർപ്പണഖ, രാവണ സോദരി. നാമശ്രവണ മാത്രയിൽ നിങ്ങളുടെ മനസ്സിൽ മാംസദാഹമുള്ള കണ്ണുകളും നഖദംഷ്ട്രകളും ഭൂതലം കുലുങ്ങുന്ന നടയും കാട് വകഞ്ഞു മാറ്റിയുള്ള വെളിപ്പെടലും. അതിലെനിക്ക് പരിഭവമില്ല. ഞങ്ങൾ കാമരൂപികൾ. അകലങ്ങൾ എന്നെ പക്ഷിയാക്കും. ദൂരശിഖരത്തിലെ പഴങ്ങൾ എന്നെ വാനരമാക്കും. തളിരുകൾ എന്നെ മാനാക്കും. ജലം എന്നെ മത്സ്യമാക്കും. ആഗ്രഹത്തിൻ്റെ രൂപം. ഭയമില്ല, മറയില്ല. വാക്കും പൊരുളും വെവ്വേറെയല്ല. ജീവിതത്തിൻ്റെ മറിമായങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. രതി നിർവൃതിയോടടുക്കുമ്പോൾ സുര അസുര വാനര മാനുഷ ഭേദമില്ലാതെ ഏതു പെണ്ണിനും എൻ്റെ പ്രകൃതം, എൻ്റെ സർപ്പവീര്യം. ചിലർ ചീറ്റും, ചിലർ കടിക്കും, ചിലർ മുളപൊട്ടും പോലെ കരയും, ചിലര കിടപ്പിൽ പർവ്വതങ്ങൾ കൊറിക്കും. അവർ കൊതിക്കുന്ന താഴ്വരയിലൂടെ ഞാൻ എന്നും സ്വച്ഛന്തം നടന്നു. കൈനീട്ടിയാൽ എത്താത്തതായി രാവണസോദരിക്ക് യാതൊന്നും ഉണ്ടായില്ല. ഉത്സവം ജീവിതമായിരുന്നു അവൾക്ക്. രാമോ രമേതാം ശ്രേഷ്ഠ എന്ന് കവി പറഞ്ഞത് നേരെന്ന് രാമനെ കണ്ടപ്പോൾ എനിക്കും തോന്നി. രാമന് പക്ഷേ ജീവിതത്തെ ഭയമായിരുന്നു. അയാൾ എന്നെ അനുജന് കൈമാറി. അയാൾക്കതിലേറെ ഭയം. ഭീരുക്കൾ ശത്രുക്കളേക്കാൾ നീചന്മാർ. അവരെന്നെ പീഡിപ്പിച്ചു രസിച്ചു. ഭീരുതയും ക്രൂരതയും രണ്ടല്ലെന്ന് ഞാൻ അറിഞ്ഞു. കാമപൂർത്തി വരാത്തതിനാൽ ഉള്ളു നുറുങ്ങിക്കരഞ്ഞ ഇണയെ മനസ്സിലായ കവിക്ക് എന്നെ മനസ്സിലാകാതെ പോയതാണ് അത്ഭുതം. അതോ മനസ്സിലായ മഹർഷിയുടെ ശാപമോ? രാമൻ പിന്നീട് അനുഭവിച്ചതെല്ലാം നേട്ടങ്ങളെല്ലാം കോട്ടങ്ങൾ. സീത സകാമയല്ലെന്ന് കണ്ട് രാവണൻ അവൾക്കൊരു വത്സരം നീട്ടി നൽകുന്നു. നീ കാമരൂപിയാകും വരെ നിന്നെ ഞാൻ തൊടില്ല. സീത എൻ്റെ സഹോദര സവിധത്തിൽ സുരക്ഷിത. രാമസവിധത്തിൽ ഞാനോ കാമരൂപിയായതിനാൽ ഒന്നുകൂടി സ്വീകാര്യയും ദുർബലയും ദയാർഹയും രക്ഷണീയയും ആയവളുടെ മൂക്കും മുലയും അരിഞ്ഞു രാമനീതി. ഭക്ഷണം യാചിക്കുന്നവളേക്കാൾ അഭയാർഹയല്ലേ കാമം യാചിക്കുന്നവൾ? അവളെ പരിഹസിക്കാമോ? അവളെ നോവിക്കാമോ? എനിക്ക് സീതയോട് അസൂയയല്ല, സഹതാപമാണ്. ചളിയിൽ പിറന്നു. ഭാവിയിൽ എങ്ങനെയെല്ലാം ആയിത്തീരാമെന്ന് അറിയാത്ത ഭർത്താവിൻ്റെ നിഴലായി പുറകെ തല താഴ്ത്തി നടന്നു. യൗവനത്തിൽ കല്ലിലും മുള്ളിലും അലഞ്ഞു. ഭർത്തൃ സഹോദരൻ പോലും തന്നെ മോഹിക്കുന്നതായി മോഹിക്കുവാൻ മാത്രം ചെറുതായ ലോകത്തിൽ ജീവിച്ചു. ഗർഭിണിയായപ്പോൾ അനാഥയായി. ഭർത്താവ് നയിക്കുന്ന രാജ്യം തന്നെ പുറന്തള്ളി സാഘോഷം മുന്നേറുന്നത് നോക്കി കാട്ടിൽ കഴിഞ്ഞു. മനുഷ്യ സ്ത്രീകൾ കാര്യമില്ലാത്ത കാത്തിരിപ്പിൻ്റെ ജന്മാവകാശികൾ. സീത ജീവിച്ചതിലേറെ കാത്തിരുന്നു. അറിയാമോ, രാവണരാമയുദ്ധം നടന്നത് ശൂർപ്പണഖയ്ക്ക് വേണ്ടിയായിരുന്നു, സീതയ്ക്ക് വേണ്ടിയായിരുന്നില്ല. സീതാപഹരണം ഒരു യുദ്ധതന്ത്രം മാത്രം, ഒരു ചുവടുറപ്പിക്കൽ മാത്രം. എനിക്ക് വേണ്ടി എൻ്റെ വംശം ഇല്ലാതാകുന്നതുവരെ പൊരുതി. അവസാനത്തെ ആൾ വരെ എനിക്കായി രക്തം ചൊരിഞ്ഞു. ഒരാളും എന്നെ പഴിച്ചില്ല. ആഗ്രഹം ഒരു കുറ്റമല്ല. നന്ദി മാഷ്. കരിങ്കുട്ടി പോലെയുള്ള കരിങ്കുട്ടി, അതുപോലെ നായാട്ട് തുടങ്ങിയ കവിതകളിൽ, അമ്മുവിൻ്റെ കവിതകളിൽ നടക്കുന്നത് ഒരു
ഇത് നിലവിലിരിക്കുന്ന കാവ്യ രീതിയുടെ ഒരു വിച്ഛേദം, കാവ്യ ഭാഷയുടെ വിച്ഛേദം കാണാവുന്നതാണ്. തീർച്ചയായിട്ടും അമ്മു അടുത്ത കവിത വായിക്കുമ്പോൾ താൻ ഭാഷയിൽ നടത്തിയ ചില കാര്യങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്നു. അമ്മുവിനെ അടുത്ത കവിത വായിക്കാൻ ക്ഷണിക്കുന്നു. ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു പ്രേമ കവിത, സുബ്ബുവിന് എന്ന കവിതയാണ്. അത് എൻ്റെ കൂട്ടുകാരി ഇവിടെ ഇരിക്കുന്നുണ്ട്, ദിവ്യ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയാണ്. എന്നേക്കാൾ നന്നായിട്ട് അസലായിട്ട്, ഞാൻ ദിവ്യയുടെ ഒരു ആരാധികയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കവിതയിൽ അസലായിട്ട് കവിത എഴുതിയ കുട്ടിയായിരുന്നു. പക്ഷേ അവൾ എഴുതുന്നില്ല. അപ്പം ദിവ്യ ചൊല്ലാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ കവിത ചൊല്ലുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ എന്താ പറയുക, വിചിത്രമായ കുറേ വിശ്വാസങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയാം. വിചിത്രമായ കുറേ തോന്നലുകൾ എനിക്കുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് വളരെ പ്രാചീനമായ ഓർമ്മകൾ. വളരെ പ്രാചീനമായ എന്തൊക്കെയോ ചില ഓർമ്മകൾ നമ്മൾ സ്വപ്നങ്ങളിലൂടെയെങ്കിലും കാണുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ കരജീവികളായ നമ്മൾ എന്തുകൊണ്ടാണ് ഉപ്പിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനെനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവൻ രൂപം കൊണ്ടത് കടലിലാണ്. അപ്പം ഉപ്പ് നമ്മുടെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ, ഉപ്പിൻ്റെ ഒരു ഓർമ്മ തീർച്ചയായിട്ടും നമ്മുടെ ജീനിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉപ്പില്ലാത്ത സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോഴും ഉപ്പ് എന്ന അതിശക്തമായ ഓർമ്മ, ഒരു ജനിതക ഓർമ്മ നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വായിക്കാൻ പോകുന്ന കവിത ഒരു 100 കൊല്ലം മുമ്പ് ഉള്ള എൻ്റെ ഒരു ഓർമ്മയാണ് വായിക്കാൻ പോകുന്നത്. 100 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെവിടെയോ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പ്രാചീന ഗേഹം എന്ന് പറയുന്നത്, മലയാളികളാണെങ്കിൽ പോലും നമ്മുടെ പ്രാചീനമായ ഒരു ഗേഹം എന്ന് പറയുന്നത് തമിഴകത്തിലാണ് അതിൻ്റെ പേരുകളെന്ന് വിശ്വസിക്കുന്നു. ആറ്റൂർ രവിവർമ്മ പോലുള്ള കവികളിലൊക്കെ തന്നെ ആ പ്രാചീനമായ തേടൽ, തമിഴകത്ത് ഉള്ള തേടൽ നമുക്ക് കാണാൻ പറ്റും. തമിഴകത്തിൻ്റെ ഒരു ഓർമ്മ പങ്കിടുന്ന കവിതയാണ് ഒരു പ്രേമ കവിത, സുബ്ബുവിന്. കാടരികെ കിഴക്കൻ കാറ്റിൽ മുറുമുറുക്കും പനമരങ്ങൾക്കു താഴെ ഓലമേഞ്ഞ് മണ്ണു തേമ്പി നീ പടുത്ത വീട്, അതിൻ്റെ മുറ്റത്ത് ഞാൻ നട്ട ജമന്തിക്കാട്, ജമന്തിപ്പൂവിന് നിൻ്റെ മൂത്രഗന്ധം പ്രേമം. സൂര്യനൊപ്പം പടിഞ്ഞാട്ടു പോയ നീ മോന്തിയായിട്ടും തിരിച്ചു വന്നില്ല. പുളിങ്കൊമ്പത്തെ നത്തും കൂടണഞ്ഞപ്പോൾ അടുപ്പ് കുത്തിക്കെടുത്തി കലം കമിഴ്ത്തി വെച്ച് നെറ്റിച്ചുളിച്ച് ഇറയത്ത് വന്നിരിക്കുന്നു ഞാൻ. കാട്ടുഞാവൽ കായ്ച്ചുപോലെ കുലകുലയായി രാത്രി, പാവാടയിൽ വീഴും പഴങ്ങൾ എൻ്റെ നെഞ്ഞിടിപ്പുകൾ, ടുപ് ടുപ് എന്ന് പൊഴിയും സമയം. പനമരങ്ങൾക്കപ്പുറം ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ പൊട്ടമ്പുല്ലിൽ ചവിട്ടി ദിശ തെറ്റി ആടിയാടി നീ വരുന്നു. കാറ്റത്തെ വേപ്പുമരം പോൽ ഞാൻ കോപം കൊണ്ട് വിറയ്ക്കുന്നു. മടിശീലയിൽ നിന്നു നീ നീട്ടുന്നു മലഞ്ചോട്ടിലിരുന്ന് എനിക്ക് തായം കളിക്കാനുള്ള പനങ്കുരു, മേലൊരയ്ക്കാനുള്ള കാട്ടുപീര. കാരമുള്ളു കയറിയ നിന്റെ കാൽവെള്ളയിൽ ചലം കല്ലിച്ചതിൻ്റെ അമ്പിളിവട്ടം നിലാവ്. പിണക്കം മാഞ്ഞ് പുണർന്നു കിടക്കുമ്പോൾ ഞാൻ നിന്റെ ചെവി കടിച്ചു, നീ ഉറക്കെ കൂവി, പാട്ടി അത് കുന്നുംപുറത്തെ കുറുക്കൻ്റെ ഓരി. ചിമ്മിണി താഴ്ത്തി ചുണ്ടിലുമ്മ വെച്ച് ഇടുപ്പിൽ നീ ഇക്കിളിയിട്ടു, ഞാൻ പിടഞ്ഞു, പാട്ടി അത് പനമ്പൊത്തിലെ പുള്ള്. രാവെളുക്കുമ്പോൾ ഒരു കാട് മുഴുവൻ ഇളകിയാർത്ത് മുറ്റത്തു വന്നു നിന്നൊച്ച വയ്ക്കുന്നു, പാട്ടിക്കു കലി ഇളകുന്നു, ഒരു സൂര്യനുമില്ല നമ്മുടെ പ്രേമത്തിൻ്റെ എരിപൊരി. പാട്ടി മരിച്ചു. ഓർക്കാപ്പുറത്ത് പെരുമഴക്കാലങ്ങൾ പൊട്ടി വീണു. മലവെള്ളക്കുത്തിൽ നമ്മുടെ വീടും ജമന്തിത്തോട്ടവും ഒലിച്ചുപോയി. നമ്മുടെ വീടു നിന്നിരുന്നിടത്ത് കലങ്ങിയൊഴുകുന്ന ഒരു പുഴ മാത്രം, പ്രേമം മാത്രം. മലയാള കവിതയിൽ വൈകി വന്ന ഒരാളാണ്. പ്രായം കൊണ്ട് എനിക്ക് തോന്നുന്നു വീരാൻകുട്ടി മാഷ് 36-37 വയസ്സാണെന്ന് തോന്നുന്നു കവിതയിലേക്ക് കടക്കുമ്പോൾ.
തീർച്ചയായിട്ടും മാഷ് അത്തരം ചില കാര്യങ്ങൾ കവിത വായിക്കുന്നതിൻ്റെ ഇടയിൽ കവിതയിലൂടെയെങ്കിലും പറയാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. മാഷ്. എനിക്ക് അനുവദിച്ച സമയത്തിനിടയിൽ 3 ചെറിയ കവിതകളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു സാമ്യമുണ്ട്. അത് എങ്ങനെയാണ് എക്സ്പീരിയൻസിനെ കവിതയായിട്ട് മാറ്റാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും സാധാരണമായിട്ട് കാണുന്നൊരു അനുഭവം പോലും ഇത്ര സാധാരണമാണല്ലോ എന്ന് കരുതിയിട്ട് കവിതയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ചില എക്സ്പീരിയൻസൊക്കെ മനസ്സിൽ ഇങ്ങനെ കുറേ ഇപ്പോൾ വർഷങ്ങളൊക്കെ കൊണ്ടു നടന്നിട്ടാണ് കവിതയായിട്ട് വരിക. ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു അനുഭവമായിരിക്കും, പക്ഷേ അതിന് ഭാഷ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു 3 എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് കവിതയിലേക്ക് കൊണ്ടുവന്നതെന്ന് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ 3 കവിതകൾ ചൊല്ലുന്നത്. ഒന്ന്, നമ്മൾ ഈ രാവിലെ, ഞാൻ വടകര അതിരാവിലെ ഒക്കെ പോകുന്ന സമയത്ത് ഈ എല്ലാ പട്ടണങ്ങളും നമുക്കറിയാം 6 മണിയാകുമ്പോഴേക്കൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും എല്ലാം. വടകര മാത്രമല്ല, ലോകത്തെ എല്ലാ പട്ടണങ്ങളും ഒരു കാലത്ത് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. ഈ ചൂലിൻ്റെ നമ്മൾ ചെരുപ്പ് ചവിട്ടുന്നവരെ ചൂലിൻ്റെ ഒരു അടയാളം കാണും. അപ്പോൾ അത് ശരിക്കും അവരെക്കുറിച്ചൊന്നും നമ്മൾ ആരും എഴുതുന്നില്ലല്ലോ. അതൊരു കുറ്റബോധം കൂടിയാണ്. അതൊന്നും നമുക്ക് കവിതയിൽ വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചു. പക്ഷേ അത് അത്ര പെട്ടെന്ന് എഴുതാൻ കഴിയുന്നൊരു വിഷയമല്ല. അപ്പോൾ ഈ അടുത്താണ് ഞാനതൊരു ശ്രമം നടത്തിയത്. ആ കവിതയാണ് ഞാൻ ആദ്യം ചൊല്ലുന്നത്, മായ്ച്ചെഴുത്ത്. ഇത് വടകരയിലൊരു ശുചീകരണ പ്രവർത്തകരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നപ്പോൾ അവർക്കത് വളരെ സന്തോഷം ഉണ്ടാക്കിയെന്ന് അവർ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അങ്ങനത്തെ ഒരു കവിതയാണ് മായ്ച്ചെഴുത്ത്. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് അടിച്ചുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു. ആണ് മായ്ച്ചെഴുത്ത്. വേറൊരു എക്സ്പീരിയൻസ്, അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ ആദിവാസി മേഖലയോട് ചേർന്നിട്ട് വോട്ട് ഉദ്യോഗസ്ഥനായിട്ട് പോയ സമയത്ത് ഉണ്ടായൊരു അനുഭവമാണ്. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കുമ്പം ആദിവാസികളുടെ പലരുടെയും പേരുകൾ പക്ഷിയുടെ പേരുകളാണ്. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ഞടുക്കം ഉണ്ടാക്കിയൊരു അനുഭവമാണ്, പക്ഷികളുടെ പേര്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കവിത ചൊല്ലാം. പട്ടിക എന്നാണ് ആ കവിതയുടെ പേര്, പട്ടിക. വനത്തോട് ചേർന്ന ഹൈറേഞ്ചിലെ ബൂത്തിൽ വോട്ടുപണിക്ക് ചെന്നപ്പോൾ പട്ടികയിൽ കണ്ട പേരുകൾ കൊറ്റി, പുള്ള്, എറിയൻ. മനുഷ്യരുടെ പേരിടാൻ വിലക്കായിരുന്നു. ദൈവങ്ങളെപ്പറ്റി അവരറിഞ്ഞിരുന്നുമില്ല. പക്ഷികളല്ലെന്ന് അവരോടാരും പറഞ്ഞും കാണില്ല. മനുഷ്യരുടെ പേരിടാൻ വിലക്കായിരുന്നു. ദൈവങ്ങളെപ്പറ്റി അവർ അറിഞ്ഞിരുന്നുമില്ല. പക്ഷികളല്ലെന്ന് അവരോടാരും പറഞ്ഞും കാണില്ല. അവർക്കിപ്പോഴും തല ചായ്ക്കാൻ സ്വന്തമായി ആകാശമില്ല. ഉള്ള മണ്ണിന് കടലാസില്ല. വെള്ളത്തിനും അന്നത്തിനും ചുറ്റിത്തിരിയണം. അതിനിടയിൽ വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റിച്ച് പറക്കണം. അതെ, അവർ ഇപ്പോഴും പക്ഷികൾ തന്നെ, പേര് കളവ് പറയില്ല. മൂന്നാമത്തെ അനുഭവം, ഞാനൊരിക്കൽ കോളേജിൽ പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന സമയത്ത് 2 കുട്ടികൾ തമ്മിലുള്ള ഒരു ചെറിയ ഒരു വിനിമയത്തിൻ്റെ ഒരു സംഗതിയാണ്. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, കവിത മാത്രം വായിക്കാം. ചെറിയ കവിതയാണ്. അപരിചിത എന്നാണ് ആ കവിതയുടെ പേര് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ ഞാൻ അവിടെ ചൊല്ലിയിരുന്നു, കേട്ടവർ ക്ഷമിക്കുക. കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസില്ലാതെ കുഴങ്ങിയ എനിക്ക് മുന്നിൽ കുപ്പിവള ഊരിവെച്ച് എഴുന്നേറ്റ് പോയ ആ നീ ആരായിരുന്നു? കണക്കു പരീക്ഷയ്ക്ക് വൃത്തം വരയ്ക്കാൻ കോമ്പസില്ലാതെ കുഴങ്ങിയ എനിക്ക് മുന്നിൽ കുപ്പിവള ഊരിവെച്ച് എഴുന്നേറ്റ് പോയ ആ നീ ആരായിരുന്നു? OP സുരേഷ്, എന്തായാലും ഇനി ചൊല്ലുന്ന കവിതയുടെ ഒരു വഴി പറയുമെന്ന് തോന്നുന്നു.
പരമാവധി നമുക്കൊരു റൗണ്ട് കൂടി, ഒരു ചെറിയ കവിതകളുടെ റൗണ്ട് കൂടി ആവാമെന്ന് തോന്നുന്നു. ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. കവിത എന്നെ സംബന്ധിച്ച് നമ്മൾ ജീവിക്കുന്ന ജീവിതവും സങ്കല്പിക്കുന്ന ജീവിതവും തമ്മിലുള്ള ഒരു ക്ലാഷിൽ നിന്ന് മുള പൊട്ടുന്ന ഒരു ജൈവാനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ജനിച്ച് വളർന്ന് രൂപപ്പെട്ട ഒരു പരിതാവസ്ഥയിൽ ജീവിക്കേണ്ടവരാണ് മനുഷ്യർ. കൽപ്പറ്റ ജീവിക്കേണ്ട ആളുകൾ കൊയിലാണ്ടിയൊക്കെ പോയിട്ട് ജീവിക്കുന്നു, ഗ്രാമത്തിൽ ജീവിക്കേണ്ടവർ നഗരത്തിൽ ജീവിക്കുന്നു, ഭൂമിയിൽ ജീവിക്കേണ്ടവർ ശൂന്യാകാശത്ത് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് കൈമോശം വരുന്ന ചില ഇത്തരം അനുഭവങ്ങൾ, നമ്മുടെ വളരെ ജെന്യൂനായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ഇന്ദ്രിയം കൊണ്ട് നേരിട്ട് നമുക്ക് അനുഭവസ്ഥമാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, യഥാർത്ഥ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ അത്തരം അനുഭവങ്ങളെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേരിട്ട് പറ്റാതെ പോകുന്ന, ഒരിക്കൽ പറ്റിയിരുന്ന പിന്നീട് പറ്റാതെയായിപ്പോയ അനുഭവങ്ങളെ ഇങ്ങനെ ഓർത്ത് പിടിക്കാൻ ഞാൻ നടത്തിയ ഒരു പുതിയ കാല ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്ദ്രിയ കവിതകളുടെ ഒരു സീരീസ് ഞാൻ എഴുതി വരുന്നുണ്ട്. കേൾവിയെ പറ്റി, കാഴ്ചയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ആ സീരീസിൽ 2 ചെറിയ കവിതകൾ വായിക്കും. ഒന്ന് കേൾക്കാതിരിക്കില്ല എന്നാണ്. ആരും കേൾക്കാത്ത ശബ്ദത്തിൽ അനാഥമായൊരു കരച്ചിൽ ഞാൻ കേട്ടു. പണ്ട് അമ്മ കരഞ്ഞിരുന്ന പോലെ തന്നെ. വിളക്കുകെട്ട രാത്രിയുടെ നിബിഡതയിൽ ഒറ്റയ്ക്കായൊരു വേവലാതി തേങ്ങലാവും. ഒന്നുമില്ലെന്ന് കെട്ടിപ്പുണർന്ന് അമ്മ രാത്രിക്ക് താഴിടും. മാളത്തിൽ നിന്നിറങ്ങിയ പാമ്പായി നേർത്തൊരു തേങ്ങൽ ഉറക്കത്തിലൂടെ ഇഴയും. അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടും ആ വിങ്ങിപ്പൊട്ടൽ എന്നെ വിട്ട് ഇറങ്ങിയില്ല. ഒന്ന് പറഞ്ഞ് അടുത്ത വാക്ക് കരച്ചിലിൽ കലങ്ങുന്ന പെങ്ങൾ. കാണുമ്പോഴൊക്കെ എത്ര കാലായി കണ്ടിട്ടെന്ന് തൊണ്ടയിടറുന്ന കൂട്ടുകാർ. ആനന്ദത്തിലും ദുഃഖത്തിലും കണ്ണു നിറയുന്ന കൂട്ടുകാരി. ഓർത്തോർത്ത് തേങ്ങുന്ന സ്നേഹങ്ങൾ. കരഞ്ഞ് കരഞ്ഞ് ജീവിതത്തെ കഴുകിയെടുത്ത നാട്ടിൽ കണ്ണീരായിരുന്നു ഒരേ ഒരു സത്യം. മണ്ണിൽ വീണുപൊള്ളിയ കണ്ണീരിനെ തൊട്ട് അവർ സത്യം ചെയ്തു. ശാപവും ശപഥവും കണ്ണീരിൽ നിലയുറപ്പിച്ചു. ഒരു തുള്ളി പോലും പൊടിയാത്ത കണ്ണുകൾ ക്രൗര്യത്തിൻ്റെ വാസഗൃഹങ്ങളായി. സമസ്ത സന്ദർഭങ്ങളെയും വിളക്കിയിണക്കുന്ന അത്ഭുത സ്രവം. കരച്ചിലുകൾക്കൊപ്പം കളിച്ചു ചിരിച്ചു വളർന്നതിനാലാവാം ഞാൻ കരയാറില്ല. കരച്ചിൽ വരുന്ന വഴികളിൽ നിന്നെല്ലാം ഓടി മാറും. എന്നിട്ടും ആരും കേൾക്കാത്ത ശബ്ദത്തിൽ ആരോ കരയുന്നത് ഞാൻ മാത്രം എപ്പോഴും കേൾക്കുന്നു. കേൾക്കാതിരിക്കില്ല, ഇനി വരാതിരിക്കില്ല എന്ന് പറഞ്ഞൊരു കവിതയും കൂടി. ആ ഒരു പനി പിടിച്ച് വിറച്ച് പായയിൽ പകരുമോർമ്മയായി ചിതറിത്തുള്ളുമ്പോൾ അരികിൽ വന്നൊരാൾ അണച്ചു ചേർത്തെന്നെ കുളിരും കമ്പിളി പുതപ്പിനുള്ളിലെ പനിയെ മാത്രമായി പറിച്ചു മാറ്റുന്നു. പനി പിടിച്ച് വിറച്ച് പായയിൽ പകരുമോർമ്മയായി ചിതറിത്തുള്ളുമ്പോൾ അരികിൽ വന്നൊരാൾ അണച്ചു ചേർത്തെന്നെ കുളിരും കമ്പിളിപ്പുതപ്പിനുള്ളിലെ പനിയെ മാത്രമായി പറിച്ചു മാറ്റുന്നു. അകം മുറിഞ്ഞാകെ ചോര വാർന്ന് ഞാൻ ഇടുങ്ങി വീങ്ങും ഇരുട്ടിൽ നേരിയ വഴിയിൽ മെല്ലെ വഴുതിടും നേരം തളർന്ന നാഡീഞരമ്പുകൾ തോറും നിറവെളിച്ചമോടിച്ച് തിടുക്കത്തിലയാൾ കരുത്തിൻ കരയിൽ എന്നെ എത്തിക്കും. മനസ്സിടിഞ്ഞ് ഉള്ളിൽ കെട്ടി നിർത്തിയ മലിന ജീവിതം പ്രളയമായെത്തി മരണസാരത്തെ
ആഴത്തെ അഗാധമാക്കുമ്പോൾ നിലയില്ലാതതിൽ ആണ്ടുപോമെന്നെ മധുരസംഗീത തുരുത്തുപോൽ ഒന്നിൽ പിടിച്ചുകെട്ടി ഉറപ്പിക്കുന്നയാൾ. പലത് കാരണം ചൊല്ലിയുറ്റവർ പകപെരുകി പല രാജ്യമാവുന്നു. കാറുമൂടിയുലഞ്ഞ വഴികളിൽ ചോരയും കണ്ണീരും മാത്രമാവുന്നു. മാരിവിൽ ചന്തമായി ഉള്ളിൽ തെളിഞ്ഞയാൾ 700 ദീപം വിടർത്തുന്നു. ആരയാളാവാം അറിവില്ല എങ്കിലും ദീർഘമന്വേഷിച്ച് പോകുന്നതിനിടെ ഖേദവും ഹ്ലാദവും ചുറ്റിപ്പിണഞ്ഞുള്ള ജീവിതം വിട്ട് നടപ്പ് തുടങ്ങി ഞാൻ പറ്റ നിരപ്പായ നിർമ്മമ പാതയിൽ. വന്നില്ലയാൾ പിന്നെ കാക്കുന്നുമില്ല ഞാൻ. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മോഡറേറ്റർ കൂടാതെ പാനലിസ്റ്റ് എന്നുള്ള ഒരു വാള് കൂടി തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നത് കൊണ്ട് ഒരു കവിത എനിക്ക് കൂടി ചൊല്ലേണ്ടി വരുമെന്ന് തോന്നുന്നു. മലയാള കവിതയിൽ ഇപ്പോഴത്തെ കവികളെ പേടിച്ച് 15 വർഷം മുമ്പ് VRS എടുത്ത ഒരാളാണ്. ഒരു 20 വർഷം മുമ്പ് എഴുതിയ ഒരു ചെറിയ കവിത, ഉമ്മയുടെ താക്കോൽ. മേശയുടെ താക്കോൽ എത്ര അത്യാവശ്യമുണ്ടായാലും ഉമ്മ ആർക്കും കൊടുക്കാറില്ല. ആളുകളുടെ മുന്നിൽ വെച്ച് തുറക്കാറുമില്ല. മേശയിൽ എന്താണെന്നോ എന്താണ് താക്കോൽ തരാത്തതെന്നോ ചോദിച്ചാൽ വെറ്റില ചവച്ച് കറ പിടിച്ച പല്ലുകൾ കാട്ടി നായിൻ്റെ മോനെ നിൻ്റെ ഉപ്പാൻ്റെ മയ്യത്താണെന്ന് പറയും. അപ്രതീക്ഷിതമായാണ് ചരടറ്റ് വീണ താക്കോൽ നിലത്തു നിന്നും കിട്ടിയത്. പൂച്ചയെപ്പോലെ പമ്മിപ്പമ്മിയാണ് മേശ തുറന്നത്. മേശയിൽ പനിയിൽ പൊതിഞ്ഞ് അർബുദം ബാധിച്ചപ്പോൾ മുറിച്ചു മാറ്റപ്പെട്ട ഇടത്തെ മുല.